സാമ്പത്തികമായി പരാധീന വരുമ്പോ ഇറാനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന്റെ കെടുതിയിലൂടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയതാകുന്ന പ്രവാസികളെ, മുസ്ലിമീങ്ങളെ, സോദരങ്ങളെ, കച്ചവടമില്ലാതെ കടകളടച്ച് നാട്ടിലെത്തിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന മുസ്ലിമേ, മുഅ്മിനേ, നിനക്കിതാ ഖുർആനിൽ മാതൃകയുണ്ട്. നീ ഖുർആനിലേക്ക് മടങ്ങണേ. പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താവായി നീ നിലകൊള്ളണേ, നിലകൊള്ളണേ. എന്ത് വിഷമമുണ്ടാവട്ടെ, എന്ത് പ്രയാസമുണ്ടാവട്ടെ, മാരകമാകുന്ന ക്യാൻസർ ബാധിച്ച് നിന്റെ കരളിന് അല്ലാഹു രോഗം നൽകട്ടെ, നിന്റെ ഒരു ഭാഗം അല്ലാഹു തളർത്തിക്കളയട്ടെ. നീ അല്ലാഹുവിനെ പേടിച്ച് ഭയപ്പെട്ടുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചോ, നിനക്ക് രക്ഷയാണ്, രക്ഷയാണ്. നിന്റെ മക്കൾക്ക് ദീനുള്ളവരാക്കിക്കോ, അവരെ മദ്രസയിലേക്ക് വിട്ടോ, അവരെ പരിശുദ്ധമായ ദീനിന്റെ കാവൽ ഭടന്മാരാക്കിക്കോ, അവർക്ക് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കാൻ തയ്യാറായോ, എന്നാൽ നിനക്ക് രക്ഷയാണ്. യജഅൽ ലഹു മഖറജാ, അവർക്ക് അല്ലാഹു എക്സിറ്റ് നൽകുകയാണ്, തുറസായ ജീവിതം അല്ലാഹു കൊടുക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടും അല്ലാഹു നൽകുകയില്ല. ആരെങ്കിലും അല്ലാഹുവിന്റെ മേൽ പരമേൽപ്പിച്ചാൽ നിന്റെ വിഷമങ്ങളും നിന്റെ വ്യതകളും നിന്റെ സ്വതകളും നിന്റെ ബുദ്ധിമുട്ടുകളും നിന്റെ ശാരീരികമാകുന്ന അസ്വസ്ഥതകളും പെണ്ണേ, അല്ലാഹുവിനോടൊന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പരിപൂർണമായി ഏൽപ്പിച്ചാൽ, കാരണം നിന്റെ വിപത്തുകൾ മുഴുവനും നൽകുന്നത് അല്ലാഹുവാണെന്നുള്ള ഉറച്ച വിശ്വാസം നിനക്ക് വേണേ. ഈമാൻ കാര്യത്തിൽ അവസാനത്തതും അതല്ലയോ, അതല്ലയോ.